ചെറുപുഴ ആവുള്ളങ്കയത്തിൽ വൻ മീനുകളുടെ കൂട്ടമരണം. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ പട്ടികയിൽപ്പെടുന്ന കുയിൽ മീനുകളാണെന്ന് സംശയം. അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല. ചെറുപുഴ പുളിങ്ങോം റോട്ടിന് അടുത്തുള്ള ആവുള്ളങ്കയം എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു വലിയ നീർക്കെട്ട് പ്രദേശമാണിത്. ആവുള്ളങ്കയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴമുള്ളതാണ്, ഒരുപാട് അപകടങ്ങൾ നടന്നതാണ്. ഇതിൽ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാലും ഈ ആവുള്ളങ്കയത്തിൽ വെള്ളം ഉണ്ടാകും എന്നുള്ളതാണ്, അത്രയും ആഴമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കറ്റി എന്ന വർഗ്ഗത്തിൽപ്പെടുന്ന, നാട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുന്നത്, ഒരു മീൻ അസാധാരണ വിധം ചത്തുപൊങ്ങുകയാണ്. ഏകദേശം 10-20 കിലോ ഒക്കെ വരും ഓരോന്നിനും, ചെറുതുമുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭാഗങ്ങളോ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ എത്തിയിട്ടില്ല. കാരണം പുഴ ഇപ്പോൾ തന്നെ ഈ മീനുകൾ ചത്തടിഞ്ഞുകൊണ്ട് ദുർഗന്ധം വഹിക്കാൻ തുടങ്ങി. പരിസരവാസികൾക്ക് ഇതിൽ ഇറങ്ങി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ടത്. നാട്ടുകാർ പറയുന്നു ഇതിലെന്തോ കലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുരിശ് ടൈപ്പുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മീനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഇതിൽ കലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് വെള്ളത്തിന് ചൂട് വരികയാണ്, ചൂട് കൂടി വരികയാണ്. കെട്ടിക്കിടന്ന വെള്ളം അടിയിൽ വല്ലാത്ത ചൂട് അനുഭവിക്കുന്നു. ഇപ്പം 42-43 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ മീനുകൾക്ക് ഈ പ്രത്യേകിച്ച് വലിയ മീനിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അത് ചത്തുപോകാനിടയുണ്ടെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എങ്കിൽ കൂടി ഇത് വലിയൊരു ദുരന്തം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഈ കറ്റി എന്ന് പറയുന്നത് തനത് മീനാണ്, ഇത് നമ്മൾ വളർത്തുന്നതല്ല. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഈ മത്സ്യങ്ങളെ നമുക്ക് വംശനാശം സംഭവിക്കാൻ പോകുന്നതിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. അടിയന്തരമായിട്ടും അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുകയും എന്തുകൊണ്ടാണ് ഇത് ചാവാൻ കാരണം എന്നുള്ളത്, ഈ മീനെ ഇപ്പോൾ മീനുകൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പഠിച്ച് വിഷാംശങ്ങൾ കലർന്നിട്ടുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം. ഈ പരിസരവാസികൾക്ക് ദുർഗന്ധം കൂടുതൽ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അധികൃതർ ഇടപെടണം എന്നുള്ളതാണ് പയ്യന്നൂർ ഡിസ്ട്രിക്ട് പറയാനുള്ളത്. തീർച്ചയായും അതായത് നമുക്ക് ഈ ചെറുപുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് ആവുള്ളങ്കയം ഒരു കുപ്രസിദ്ധി ആർജിച്ച കയമാണ്. ധാരാളം അപകടങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കറ്റി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ മീനുകൾ ധാരാളമായി ചത്തുപോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് അവിടെ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങിയ വിവരം അറിഞ്ഞപ്പോൾ അന്വേഷിച്ചതാണ്. ഈ ആവുള്ളങ്കയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവുള്ളങ്കയത്തിൽ ഏറ്റവും അധികം ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും അധികം ആഴമുള്ള വെള്ളമുള്ള സ്ഥലമാണ്. അവിടെ ഈ കറ്റി എന്ന് പറയുന്ന മീനാണ് ധാരാളമായിട്ടുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പക്ഷേ വെള്ളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് ഒരു 10 അടിയെങ്കിലും ആഴത്തിൽ കിടക്കുന്ന മീനാണത്. ഇപ്രാവശ്യം കാലാവസ്ഥാ വ്യതിയാനം, താപം വർദ്ധിച്ചപ്പോൾ വെള്ളം വറ്റിയപ്പോൾ അത് അരയടി വെള്ളത്തിലും 3/4 അടി വെള്ളത്തിലുമൊക്കെ അതിൻ്റെ ആവാസവസ്ഥ അങ്ങനെ മാറിയപ്പോൾ സ്വാഭാവികമായും ചൂടുകൊണ്ട് മനുഷ്യന് എങ്ങനെയാണോ സൂര്യാതപമേറ്റിട്ട് അപകടം സംഭവിക്കുന്നത് അതുപോലെ ആ മീനിനും സംഭവിച്ചതാണെന്ന് തന്നെയാണ് നമ്മളുടെ അന്വേഷണത്തിൽ. പരിസരവാസികൾ പറയുന്നത് എന്തോ മീൻ പിടിക്കാൻ വേണ്ടി ആരോ ഒന്ന് കലക്കിയിട്ടുണ്ടെന്നുള്ളത്. ആ പരിസരവാസികൾ അങ്ങനെയുണ്ടെങ്കിൽ അത് പഞ്ചായത്തിലാണ് വിവരം അറിയിക്കേണ്ടത്. പഞ്ചായത്തിൽ ഒരാളും ഇതുവരെ എന്തെങ്കിലും കലക്കി അവിടെ മീൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആദ്യം ഒരു ചിറ്റാരിക്കാല് ഈസ്റ്റളേരി പഞ്ചായത്ത് അവിടുന്ന് വെള്ളം എടുക്കുന്നതാണ്. അവിടെ ഈ ചെറിയ മീൻ ചത്തുപൊങ്ങിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് നമ്മളെ വിളിച്ചിരുന്നു. അതനുസരിച്ച് നമ്മൾ പോയി അവിടെ അന്വേഷിച്ചപ്പോൾ ഒരാളും അവിടെ ആ തരത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. വെള്ളം ക്രമാതീതമായി കുറഞ്ഞതുകൊണ്ട്
വെള്ളത്തിൽ തൊട്ട് നോക്കിയാൽ പോലും വെള്ളത്തിന് ചൂടുള്ള അവസ്ഥയായതുകൊണ്ട് മീൻ ചത്തതാണെന്നാണ് നമ്മളുടെ ആരോഗ്യ വിഭാഗം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞത്. അത് ആരോഗ്യ വിഭാഗം എന്നല്ല, ഇവിടെയുള്ള സാധാരണ ആരോട് ചോദിച്ചാലും അത് തന്നെ പറയുള്ളൂ. അങ്ങനെ ആരും അവളാങ്കയത്തിൽ ഇപ്രാവശ്യം ഈ വർഷം എന്തെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ച് മീൻ പിടിച്ചതായിട്ട് ഒരു റിപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും അവിടെയുള്ള ആളുകൾ അതങ്ങനെ ആയിരിക്കാം. അല്ല സാർ, ഒരു കാര്യം കൂടി അതിലുണ്ട്. അതായത് വലിയ തോതിൽ ഈ മീനുകൾ പിന്നെ നല്ല ഒരു 5-10 നിങ്ങൾ പറയുന്ന പോലെ ഒരു 10 കിലോ ഒക്കെ ഉള്ള, അപ്പോൾ ഇതിങ്ങനെ കൂട്ടത്തോടെ ചാകുന്ന സമയത്ത് ഇത് പുഴ മലിനമാവുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് കോരിയിട്ട് കരക്കിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടുന്ന സംവിധാനം, പുഴയെ ശുദ്ധമാക്കുന്നതിന് നടപടി പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ പറയുന്ന തോതിൽ മീൻ ചത്തു പൊങ്ങി എന്നുള്ളതിന് മീൻ ഒരുപാടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ മീൻ ഒരുപാട് വാഹനങ്ങളിലൊക്കെ വന്നിട്ട് മീൻ അങ്ങനെ തന്നെ കോരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചത്തു പൊങ്ങി എന്ന് പറഞ്ഞൊരു സംഭവം ഇനിയിപ്പോൾ ഇന്ന് മുതൽ വരുന്നൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് എന്താ നടപടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. അങ്ങനെ വ്യാപകമായി ഉണ്ടായെങ്കിൽ അത് ഇന്ന് മുതലുണ്ടായ സംഭവമാണ്. ഇന്നലെ വരെ അങ്ങനെ വലിയ മീനുകൾ ചത്തു പൊങ്ങിയിട്ടില്ല, ചെറിയ മീനുകൾ. എന്താണ് ഇതിങ്ങനെ ഈ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അറിയാം. മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതാദ്യമായിട്ടാണ്. അകത്തുള്ള മീൻ തന്നെയാണോ അല്ല ഇത് വളർത്തുന്ന മീനാണോ? ഇതിനകത്തുള്ള മീനാണ് സാധ്യത. അതെയോ? ഇതിനകത്തുള്ള മീൻ തന്നെ. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? ഞാൻ പ്രാപ്പൂല്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം എന്തുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവത്തിൽ? ഈ ചൂട് കൊണ്ടായിരിക്കണം. ആയിരിക്കണം. ഇത് വലിയ ആഴ്, ഒരുപാട് ആഴ് ഇതാണ്. അവളാങ്കാട് തന്നെ പറയുന്നത്. അപ്പോൾ വലിയ അപകടങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. തന്നെ അപകടം പോലെ നടന്നിട്ടുണ്ട്. ഇത് ആരെങ്കിലും വന്നോ? അതിനെപ്പറ്റി ഒന്നും അറിയാം. ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് വാർത്ത അറിയുന്നത്. വന്നൊന്നും അതിനെപ്പറ്റി അറിയില്ല. കുറേ മീൻ ചത്തു അല്ലേ? കുറേ മീൻ ചത്തു. ഇതിൽ ഒരുപാട് ചത്തു. അതും നോക്കൂ, ഒരു 10-15 കിലോ ഉള്ളത് ഉണ്ട്. 15 മേലിലുണ്ട്. 15 കിലോ മേലിലുണ്ട്. ഇതിന് കറ്റി.